ക്രിസ്തുമസിന്റെയും ലോക ഭിന്നശേഷി ദിനത്തിന്റെയും ഭാഗമായി ഇയാൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും ഇയാൻ റിഹാബ് ഹോസ്പിറ്റലിന്റെയും ആഭിമുഖ്യത്തിൽ തൃശൂർ അമല മെഡിക്കൽ കോളേജിൽ സാന്തോ ഏബിൾ മെഗാ വിപണന ഫെസ്റ്റ് സംഘടിപ്പിച്ചു. ഭിന്നശേഷി കുട്ടികളുടെ ഉന്നമനത്തിനായി നടത്തുന്ന സാന്തോ ഏബിൾ ഫെസ്റ്റിന്റെ ഉദ്ഘാടനം അമല മെഡിക്കൽ കോളേജിന്റെ ജോയിന്റ് ഡയറക്ടർ ഫാദർ ഷിബു പുത്തൻപുരയ്ക്കൽ നിർവഹിച്ചു. ഈ ക്രിസ്തുമസ് കാലഘട്ടത്തിൽ ഒരുപാട് കാഴ്ചകളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ ഭിന്നശേഷിക്കാരുടെ ഉന്നമനത്തിന് വേണ്ടി ഇയാൻ ചാരിറ്റബിൾ ഫൗണ്ടേഷൻ്റെയും ഇയാൻ വൊക്കേഷണൽ റിഹാബിലിറ്റേഷൻ യൂണിറ്റിൻ്റെയും ആഭിമുഖ്യത്തിൽ അമല ഹോസ്പിറ്റലിൽ നടത്തുന്ന സാന്റ 24ന്റെ ക്രിസ്തുമസ് കാഴ്ചകളാണ് ഇന്ന് ഷെക്കിന ന്യൂസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. നമുക്ക് ആ കാഴ്ച കാണാം. ഒന്നും ചെയ്യാൻ കഴിയാത്തവരാണ് ഭിന്നശേഷിയുള്ളവർ എന്ന ചിന്തയിൽ നിന്നും വ്യത്യസ്തമായി ചിന്തിക്കാനുള്ള ഒരു ആഹ്വാനമാണ് സാന്തോ ഏബിൾ ഫെസ്റ്റിവൽ. ഭിന്നശേഷിക്കാരായ കുട്ടികളെ സ്വയം പര്യാപ്തരാക്കുക എന്നതാണ് ഇയാൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഈ ഫെസ്റ്റിലൂടെ ലക്ഷ്യമാക്കുന്നതെന്ന് ഇയാൻ വൊക്കേഷണൽ റീഹാബിലിറ്റേഷന്റെ HOD ഫാദർ ജിതിൻ മാനുവൽ പറഞ്ഞു. പൊതുവേ നമ്മൾ ഭിന്നശേഷിയുള്ള കുട്ടികളെ സമൂഹം കാണുന്നത് ഒന്നും ചെയ്യാനായിട്ട് പറ്റാത്ത ആളുകൾ എന്നുള്ള നിലയിലാണ്. പിന്നെ അതുപോലെ തന്നെ അവർക്ക് നമ്മൾ ഒരുപാട് അവസരങ്ങളൊക്കെ കൊടുക്കും. പക്ഷേ എല്ലാം ചാരിറ്റിയാണ്. ചാരിറ്റികളൊക്കെ കുറച്ചു കാലം കഴിയുമ്പോൾ കഴിയും. നമുക്കൊരു 10 വർഷം അല്ലെങ്കിൽ 15 വർഷം ചാരിറ്റി ബേസിൽ പോകാൻ പറ്റും. പക്ഷേ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ സീനിൽ നിന്ന് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ കുട്ടികളുടെ അവസ്ഥ എന്താണെന്ന് ആരും ചിന്തിക്കാറില്ല. അപ്പോൾ ഇവിടെയാണ് ഇയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ആക്ച്വലി ലേണിംഗ് ഡിസബിലിറ്റി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഹെഡായിട്ടാണ് വന്നത്. അപ്പോൾ ഞാനിവിടെ വന്ന സമയത്ത് ഈ വൊക്കേഷണൽ റീഹാബിലിറ്റേഷൻ, അതായത് കുട്ടികൾക്ക് ജോലി കൊടുക്കുന്നതിനെക്കുറിച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഫൗണ്ടറും ചെയർമാനായിട്ടുള്ള അഭിലാഷ് സാറ് പറഞ്ഞു. സാറിൻ്റെ കുട്ടി ഈ സെറിബ്രൽ പാൾസി ബാധിച്ച് ബെഡ് റിഡൺ ആയിട്ടുള്ള കുട്ടിയാണ്. ആ കുട്ടിയുടെ പേരാണ് ഇയാൻ. അങ്ങനെ സാറ് ഈ കുട്ടിയുടെ ഭാവിയെക്കുറിച്ച് ആലോചിച്ചിട്ടാണ് ഇങ്ങനെ ഒരു ആശയത്തിലേക്ക് കടന്നു വന്നത്. ഈ കുട്ടികൾക്ക് എല്ലാവർക്കും ജോലിയിലൂടെ അവർക്ക് സാമ്പത്തിക സുരക്ഷിതത്വം, അതിലൂടെ സോഷ്യൽ അക്സെപ്റ്റൻസ്, ഇതായിരുന്നു സാറിൻ്റെ ഡ്രീം. അപ്പോൾ സാർ എന്നോട് ഇത് ഏറ്റെടുക്കാവോ എന്ന് ചോദിച്ചു. അങ്ങനെയാണ് ഞാനിത് ഏറ്റെടുത്തത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ക്രിസ്മസിന് ഈ കുഞ്ഞുങ്ങൾക്ക് അവരുടെ സ്വന്തം കാലിൽ നിൽക്കാനായിട്ട് അവരെ പര്യാപ്തമാക്കുന്ന നിലയിൽ നമ്മൾ ആദ്യമായിട്ട് ഈ ഫെസ്റ്റ് ഇവിടെ ഓർഗനൈസ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഈ ആശയം ഇവിടെ അവതരിപ്പിച്ചപ്പോൾ അമല മെഡിക്കൽ കോളേജ് അവരുടെ എല്ലാ സപ്പോർട്ടും വാഗ്ദാനം ചെയ്യും. ഇവിടെ സ്പേസും സ്ഥലവും കാര്യങ്ങളൊക്കെ തരികയും അമലയുടെ എല്ലാ സപ്പോർട്ടും പിന്തുണയും അറിയിക്കുകയും രാവിലെ അമലയുടെ ജോയിൻറ്റ് ഡയറക്ടറായിട്ടുള്ള ഷിബോച്ചൻ ഇത് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. ഈ 2 ദിവസത്തേക്കാണ് ഈ ഫെസ്റ്റ് ഇവിടെ നടക്കുന്നത്. ക്രിസ്മസ് ഐറ്റംസും അതേപോലെ തന്നെ ഈ കുഞ്ഞുങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള സോപ്പ്, അതേപോലെ ടോയ്ലറ്റ് ക്ലീനേഴ്സ്, വാഷിംഗ് ഐറ്റംസ്, അച്ചാറുകൾ 2 തരത്തിലുള്ള മിക്സഡ് ആയിട്ടുള്ളതും, അതേപോലെ മാംഗോയുടെ പിക്കിളും, അങ്ങനെ 2 തരത്തിലുള്ള അച്ചാറുകൾ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് കുട്ടികൾ ഇവിടെ വിറ്റഴിക്കുന്നത്. ദെൻ ലേഡീസിന് ഉപയോഗിക്കാനായിട്ട് പറ്റുന്ന ഈ ബ്യൂട്ടി ഐറ്റംസ്, ഹെയർ പിൻ, അങ്ങനെ സാധനങ്ങൾ, അങ്ങനെ ഒരുപാട് ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഐറ്റംസ്, ഫാൻസി ഐറ്റംസ്, ഇതൊക്കെയാണ് ഇവിടെ വിറ്റഴിക്കുന്നത്. ഇതിൽ നിന്ന് കിട്ടുന്ന പണം മുഴുവനായിട്ടും ഈ വൊക്കേഷണൽ റീഹാബിലിറ്റേഷൻ, ഈ കുട്ടികളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് ഇയാൻ ചാരിറ്റബിൾ ഫൗണ്ടേഷൻ വിനിയോഗിക്കുക. പുൽക്കൂട്ടിൽ ഉണ്ണീശോ ജനിക്കുമ്പോൾ നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ സാധിക്കണമെന്ന മാതൃകയാണ് അമല ഹോസ്പിറ്റൽ സാന്തോ ഏബിൾ ഫെസ്റ്റിലൂടെ പ്രാവർത്തികമാക്കുന്നത്. ദൈവം മനുഷ്യനോട് കാണിച്ച വലിയ സ്നേഹത്തിന്റെ ആവിഷ്കാരമാണ് സാന്തോ ഏബിൾ ഫെസ്റ്റിവൽ എന്ന് അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന്റെ ജോയിന്റ് ഡയറക്ടർ ഫാദർ ഷിബു പുത്തൻപുരയ്ക്കൽ പറഞ്ഞു. ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ വളരെ അർത്ഥവത്തായ ഒരു പ്രോഗ്രാമാണ് ഇന്ന് ഇവിടെ നടന്നത്. സാന്റ 24 ഇയാൻ റീഹാബിലിറ്റേഷൻ സെൻറ്ററുമായിട്ട് അമല ആശുപത്രി സംഘടിപ്പിച്ച ഒരു പരിപാടിയാണിത്. പ്രത്യേകിച്ച് ഭിന്നശേഷി ബാധിച്ചിട്ടുള്ള കുട്ടികൾ അവർ വളരെയേറെ താല്പര്യത്തോടുകൂടി ഉണ്ടാക്കിയ ക്രിസ്മസ് ഉൽപ്പന്നങ്ങളാണ് ഇന്നിവിടെ വിറ്റഴിയപ്പെടുന്നത്. ഒത്തിരിയേറെ ഈ അമല ഹോസ്പിറ്റലിലെ സ്റ്റാഫുകളും സ്റ്റുഡൻസൊക്കെ ഇവിടെ വന്ന് ഇതൊക്കെ വാങ്ങി ഈ സംരംഭത്തെ വിജയിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് ഞാൻ കണ്ടത്. എനിക്ക് തോന്നുന്നു ദൈവം മനുഷ്യനോട് കാണിച്ച വലിയ സ്നേഹത്തിൻ്റെ ഒരു ആവിഷ്കാരമാണ് ഇന്ന് ഈ വിൽപ്പനശാലയിൽ ഞാൻ കണ്ടത്. ഒത്തിരിയേറെ ആളുകൾ ഈ കുട്ടികളെ സഹായിക്കാൻ, അവരുടെ രോഗാവസ്ഥയിൽ അവർക്ക് പണം ഒത്തിരിയേറെ ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ധനശേഖരണാർത്ഥമാണ് ഈ പരിപാടി അവർ സംഘടിപ്പിച്ചത്. അങ്ങനെ നമ്മളെ സമീപിച്ചത്. കഴിഞ്ഞ വർഷം ഇതുപോലെ തന്നെ വെള്ളാറ്റഞ്ഞൂരുള്ള തളിർ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെൻറ്ററിലെ കുട്ടികളുണ്ടാക്കിയ നക്ഷത്രങ്ങൾ ഇവിടെ ഒത്തിരിയേറെ വിറ്റഴിയപ്പെട്ടു. ഈ വർഷം അതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ കേക്കും മറ്റ് ക്രിസ്മസ് കാർഡുകളും അവരുണ്ടാക്കിയ വസ്തുക്കളാണ് ഇവിടെ വിറ്റഴിച്ചത്. ഇതിൽ സഹകരിക്കാനായിട്ട് അമല ആശുപത്രിക്ക് സാധിച്ചത് ഒരു വലിയ ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു അനുഭവമായിട്ട് ഞാൻ കാണുകയാണ്.
ആഘോഷങ്ങൾ മാത്രമല്ല ക്രിസ്തുമസ്, സ്നേഹത്തിന്റെയും പ്രത്യാശയുടെയും കൂടെയാണെന്ന് വിളിച്ചോതുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇവിടെ കണ്ടത്. ക്യാമറാമാൻ അലൻ പോളിനോടൊപ്പം അഞ്ജലി ബിജു, ഷെക്കേന ന്യൂസ്.